നമ്മളൊരു ചെറിയ ഒരു ലാഭം പ്രതീക്ഷിച്ചിട്ട് പ്രവാസികളൊക്കെ ചെയ്യുന്ന ഒരു കാര്യമാണ് നമ്മൾ ബാങ്ക് ത്രൂ അല്ലെങ്കിൽ എക്സ്ചേഞ്ച് ത്രൂ ക്യാഷ് നാട്ടിലേക്ക് അയക്കാതെ നമ്മളൊരു തേർഡ് പാർട്ടി ത്രൂ ആയിട്ട് അല്ലെങ്കിൽ ഹവാല അതുപോലെ തന്നെ പലതും അതിൻ്റെ ആൾക്കാർ യൂസ് ചെയ്യേണ്ട ഒരു വേർഡ് ഇതുകൊണ്ടുണ്ടാവുന്ന ഒരു പ്രത്യാഘാതം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ലാസ്റ്റ് ഒരു 4-5 വർഷമായിട്ട് അക്കൗണ്ട് ഫ്രീസ് ചെയ്യാം. നാട്ടിൽ നിങ്ങൾക്ക് വരുന്ന അക്കൗണ്ട് ചിലപ്പം എന്തെങ്കിലും ക്രിമിനൽ ആക്ടിവിറ്റിയോ അല്ലാന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ഒരു ഫണ്ട് ട്രാൻസ്ഫർ ഒക്കെ ഉള്ള അക്കൗണ്ടുകളാണെന്നുണ്ടെങ്കിൽ ആ അക്കൗണ്ട് ഫ്രീസ് ആകുമ്പോൾ അതിനോടനുബന്ധിച്ച് നിങ്ങളെ അക്കൗണ്ടും ഫ്രീസ് ആവണം. അപ്പോൾ ഇത് പലവരും ഒരു ചെറിയൊരു ലാഭത്തിന് വേണ്ടിയിട്ടാണ് ഇവരൊക്കെ എന്ത് ചെയ്യുന്നത്, നമ്മളെല്ലാവരും ഈ എക്സ്ചേഞ്ച് ത്രൂ അല്ലെങ്കിൽ ബാങ്ക് ത്രൂ ഫണ്ട് ട്രാൻസ്ഫർ ചെയ്യാത്തത്. ഇത് ഫിസിക്കലായിട്ട് ആരും കൈ കൊടുക്കും, അല്ലെങ്കിൽ തന്നെ ഹവാലായിട്ടൊക്കെ നാട്ടിൽ നിങ്ങൾക്ക് ഫണ്ട് ഫോർവേഡ് ചെയ്യും. അപ്പം ഇതിനെ കൊണ്ട് ലാസ്റ്റ് കുറേ വർഷങ്ങൾ പലരും ബുദ്ധിമുട്ടുകൊണ്ടിരിക്കുകയാണ്. അത് ബാംഗ്ലൂരിൽ നിന്നും കർണാടകയിൽ നിന്നൊക്കെയാണ് നോട്ടീസ് വരുന്നത്, അറസ്റ്റ് വാറണ്ട് വരുന്നത്. അപ്പോൾ ഇത് നിങ്ങൾ അയക്കുന്നത് നിങ്ങളെ ഭാര്യ അല്ലെങ്കിൽ നിങ്ങളെ ഫാമിലി അക്കൗണ്ടിലേക്ക് ആയിരിക്കും. അപ്പോൾ മാക്സിമം ഇങ്ങനെയുള്ളൊരു നിങ്ങളെ വിഡ്ഢിത്തം ചെയ്യാതിരിക്കാമെന്ന് തന്നെ പറയാം.